നമസ്കാരം. പ്രധാന വാർത്തകൾ. വഖഫ് ഭേദഗതി ചോദ്യം ചെയ്ത് സമസ്ത സുപ്രീം കോടതിയിൽ. വഖഫ് സ്വത്തുക്കൾ സർക്കാർ സ്വത്താക്കി മാറ്റാനാണ് നിയമം കൊണ്ടുവന്നതെന്ന് സമസ്ത സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചു. വഖഫ് ഭേദഗതി വഖഫ് ബോർഡുകളെ ദുർബലപ്പെടുത്തുമെന്നും ഹർജിയിൽ പറയുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഹർജി അഭിഭാഷകൻ സുൽഫിക്കർ അലിയാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. അതേസമയം പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ഇതോടെ ബിൽ നിയമമാക്കി വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്രം പുറത്തിറക്കി. CPM അമരത്തിന് MA ബേബി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. CPMനെ ഇനി MA ബേബി നയിക്കും. മധുരയിൽ വെച്ച് നടന്ന 24ാം CPM പാർട്ടി കോൺഗ്രസ് MA ബേബിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 8 പേരാണ് MA ബേബിയെ PBയിൽ നിന്ന് അനുകൂലിച്ചത്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 5 PB അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു. EMSന് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ജനറൽ സെക്രട്ടറി ആകുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിലും അദ്ദേഹം പാർട്ടി സെൻട്രലിൽ നിന്നാണ് ജനറൽ സെക്രട്ടറി ആയത്. പൃഥ്വിരാജിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിനും ED നോട്ടീസ്. ആശീർവാദ് ഫിലിംസിന്റെ 2022 നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയാണിതെന്നാണ് വിശദീകരണം. ലൂസിഫർ, മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ദുബായിൽ വെച്ച് മോഹൻലാലിന് 2.5 കോടി കൈമാറിയ സംഭവത്തിലും ആദായ നികുതി വകുപ്പ് വ്യക്തത തേടിയിട്ടുണ്ട്. അതേസമയം എമ്പുരാൻ വിവാദവുമായി നടപടികൾക്ക് ബന്ധമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ചക്രവാത ചുഴി രൂപപ്പെട്ടു. വേനലിലെ ആദ്യ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നു. 11 ജില്ലകളിൽ ഇടിമിന്നൽ മഴ സാധ്യത. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. മധ്യ തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളുടെ മലയോര മേഖലയിലുമാണ് കൂടുതൽ മഴ സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 11 ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും രൂപപ്പെട്ടിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ചക്രവാത ചുഴി സീസണിലെ ആദ്യ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് വ്യക്തമാക്കുന്നത്. മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച സ്ത്രീ മരിച്ചു. 5ാമത്തെ പ്രസവത്തിനിടെയാണ് സ്ത്രീ മരിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മരിച്ചത്. ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നതിന് ഇവരുടെ ഭർത്താവ് സിറാജ് എതിരായിരുന്നു. ആലപ്പുഴയാണ് സിറാജിന്റെ സ്വദേശം. കുറച്ചുകാലമായി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർ. അസ്മയുടെ 5ാമത്തെ പ്രസവമാണിത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. അതിനു പിന്നാലെ ആരെയും വിവരമറിയിക്കാതെ അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലെത്തിച്ച സംസ്കരിക്കാനായിരുന്നു സിറാജിന്റെ ശ്രമം. എന്നാൽ അസ്മയുടെ വീട്ടുകാരും നാട്ടുകാരും അത് തടഞ്ഞു. തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട പോലീസ് മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കർമ്മ ന്യൂസ് ഓൺലൈൻ ചാനലിന്റെ MD വിൻസ് മാത്യു അറസ്റ്റിൽ. ഓസ്ട്രേലിയയിൽ നിന്ന് രാവിലെ എത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ചാണ് വിൻസിനെ പോലീസ് പിടികൂടിയത്. വിൻസിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് സൈബർ പോലീസ് ഇറക്കിയിരുന്നു. ഇദ്ദേഹത്തിനെതിരെ സൈബർ പോലീസ് 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കളമശ്ശേരി സ്ഫോടനമുണ്ടായ സമയത്ത് സ്ഫോടനത്തെ പിന്തുണച്ച് ഇയാളുടെ കർമ്മ ന്യൂസിൽ വാർത്ത കൊടുത്തിരുന്നു. ഇതിനെതിരെ പരാതി വന്നിരുന്നു. ഇതിൽ വിൻസിനെതിരെ സൈബർ പോലീസ് കേസും എടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു മറ്റൊരു വാർത്ത. ഇതിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലാണ് വിൻസിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയപ്പോൾ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് സൈബർ പോലീസിന് കൈമാറി. കേസിൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളെ വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. ASPയുടെ ഒഫീഷ്യൽ മെയിൽ IDയും സീലും ദുരുപയോഗം ചെയ്തു. പോലീസുകാരന്റെ സസ്പെൻഷൻ. എറണാകുളം പെരുമ്പാവൂർ DYSP ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർ VS ഷർനാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ASPയുടെ മെയിലിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ നരേന്ദ്രപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ അയച്ചെന്ന് കണ്ടെത്തുകയായിരുന്നു. സ്വകാര്യ ആവശ്യത്തിനായിരുന്നു ഇത്. എറണാകുളം റൂറൽ SPയുടെ ഓഫീസിലായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഷർനാസിന് ഡ്യൂട്ടി. ഈ സമയത്താണ് ASPയുടെ മെയിൽ ദുരുപയോഗം ചെയ്തത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് സസ്പെൻഷൻ നടപടി. എറണാകുളം റൂറൽ SP വൈഫക് സക്സേനയാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ല. കോട്ടയത്തെ യുവാവ് ഫ്ളാറ്റിൽ നിന്നും ചാടി മരിച്ചു. കോട്ടയം കഞ്ഞിക്കുഴിയിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജേക്കബ് തോമസ് ആണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് യുവാവ് ഫ്ളാറ്റിൽ മുകളിൽ നിന്നും ചാടിയത്. പത്തനംതിട്ട റാന്നി സ്വദേശിയായ യുവാവ് കഞ്ഞിക്കുഴിയിൽ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. IT സ്ഥാപനത്തിലെ ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് ആത്മഹത്യയെന്നാണ് നിഗമനം. കാക്കനാട് പ്രവർത്തിക്കുന്ന ലിൻവേസ് ടെക്നോളജീസ് എന്ന കമ്പനിയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്ന് മരിക്കുന്നതിന് മുമ്പ് ജേക്കബ് അമ്മയ്ക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു. എറണാകുളം വൈപ്പിനിലെ മുനമ്പത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കേസിൽ മുനമ്പം സ്വദേശി സനീഷിനെ അറസ്റ്റ് ചെയ്തു. മരിച്ച സ്മിനോയും
സനീഷും സുഹൃത്തുക്കളാണ്. സ്മിനോയെ സനീഷ് മഴ ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമാണ് മുനമ്പത്ത് വീടിനുള്ളിൽ സ്മിനോയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് സ്മിനോയുടെ മാലയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മോഷണ ശ്രമത്തിനിടയിൽ യുവാവ് കൊല്ലപ്പെട്ടതാവാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. 8ാം ക്ലാസ് പരീക്ഷ ഫലം. കൂടുതൽ കുട്ടികൾ തോറ്റത് ഹിന്ദിയിൽ, കുറവ് ഇംഗ്ലീഷിൽ. മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസ് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മിനിമം മാർക്ക് അടിസ്ഥാനത്തിലുള്ള 8ാം ക്ലാസ് പരീക്ഷാ ഫലം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. 2241 സ്കൂളുകളിൽ നിന്നുള്ള കണക്കുകളാണ് ഇതുവരെ ലഭ്യമായത്. വയനാട് ജില്ലയിലാണ് കൂടുതൽ തോൽവിയുള്ളത്. 6.3%. കൊല്ലത്ത് കുറവ് തോൽവി. ഹിന്ദിയിലാണ് കൂടുതൽ കുട്ടികൾ തോറ്റത്. ഇംഗ്ലീഷ് വിഷയത്തിലാണ് കുറവ് തോൽവി. ഇനിയും സ്കൂളുകളിൽ നിന്ന് കണക്ക് വരാനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.